കൊണ്ടിരിക്കുകയാണ്. ലോകം ഫാസിസത്തിലേക്കും ഹിംസയിലേക്കും യുദ്ധത്തിലേക്കും ശിഥിലമായി കൊണ്ടിരുന്നപ്പോൾ മഹാത്മാഗാന്ധി സത്യത്തിൻ്റെയും അഹിംസയുടെയും സമാധാനത്തിൻ്റെയും മേന്മകൾ ലോകത്തെ പഠിപ്പിക്കുകയായിരുന്നു. പാശ്ചാത്യ മുഖ്യധാര ആധുനികതയുടെ അധികാരത്തെ ആകെ തകർത്തുകൊണ്ട് പുതിയൊരു കോളനി അനന്തര രാഷ്ട്രീയം, പോസ്റ്റ് കൊളോണിയൽ പൊളിറ്റിക്സ് ലോകമെങ്ങും ഉയർന്നു വന്നിരിക്കുന്നു. ഈ സമയത്ത് ഇന്ത്യൻ കർഷകരും കൈവേലക്കാരും ദളിതരും അടങ്ങുന്ന കിരാള ജനതയുടെ ജീവിതം അങ്ങേയറ്റം ദുസ്സഹമായി കൊണ്ടിരിക്കുന്നു. സത്യം എന്ന ആശയം നമ്മുടെ ഈ സത്യാനന്തര യുഗത്തിൽ അതിഭീകരമായ ഒരു മാറ്റത്തിന് വിധേയമായി കഴിഞ്ഞിരിക്കുന്നു. കടുകോളം വരുന്ന സത്യത്തെ കടലോളം വരുന്ന നുണകളായി മാറ്റാൻ മാധ്യമങ്ങളും കിണഞ്ഞ് പരിശ്രമിക്കുന്നു. നിരക്ഷരരായ ലക്ഷോപലക്ഷം ജനങ്ങളെ വെബിനും മൊബൈലിനും അപ്പുറമുള്ള ഒരു കാലഘട്ടത്തിൽ സ്വാതന്ത്ര്യ സമരത്തിൽ ഗാന്ധിജിക്ക് അണിനിരത്താൻ കഴിഞ്ഞത് അത്യന്തം അത്ഭുതകരമായ ഒരു കാര്യമായിരുന്നു എന്ന് ഈ ഡിജിറ്റൽ കാലത്ത് നാം ഓർക്കുകയാണ്. ആധുനിക മാനവ ചരിത്രത്തിൽ സ്വാധീനം ചെലുത്തിയ ഫ്രഞ്ച് വിപ്ലവവും റഷ്യൻ വിപ്ലവവും ചൈനീസ് വിപ്ലവവും അമേരിക്കൻ വിപ്ലവവും എല്ലാം ഹിംസാത്മകമായിരുന്നുവെങ്കിൽ നിസ്സഹകരണത്തിൽ അടിയുറച്ച് നിന്നുകൊണ്ട് മഹാത്മാജി നയിച്ച അഹിംസാത്മകമായ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം വിപ്ലവങ്ങളുടെ വിപ്ലവമായിട്ട് നമുക്ക് വിശേഷിപ്പിക്കാം. സ്വാതന്ത്ര്യ സമരങ്ങളുടെ ചരിത്രത്തിൽ സമാനതയില്ലാത്ത മഹാപ്രസ്ഥാനമാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം. ഒരു ജനസഞ്ചയത്തെ ഭ്രാന്തമായ ഒരു ജനക്കൂട്ടമായി ജനക്കൂട്ടം ആക്കാതിരിക്കുന്നതിൽ ഗാന്ധിജി മറ്റു നേതാക്കളെ അപേക്ഷിച്ച് അസാമാന്യവും അനുപമവുമായ വൈദഗ്ധ്യമാണ് പ്രകടിപ്പിച്ചത്. ഞാൻ ഏറെ ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ ബഹുമാന്യനായ അതിഥി ബിനോയ് വിശ്വം MP അവർകൾ കൊല്ലം ശ്രീനാരായണ കോളേജിലെ ഒരു അഭ്യുദയകാംക്ഷി കൂടിയാണ്. കൊല്ലത്ത് വന്നിട്ടുള്ള സന്ദർഭങ്ങളിലെല്ലാം അദ്ദേഹം കൊല്ലം ശ്രീനാരായണ കോളേജിനെയും സ്പർശിച്ചു പോയിട്ടുള്ളത് എനിക്കറിയാം. അദ്ദേഹം തിരഞ്ഞെടുപ്പ് കാലങ്ങളിൽ പോലും കൊല്ലത്തുണ്ടായിരുന്ന സന്ദർഭങ്ങളിലെല്ലാം എൻ്റെ പൂർവ്വ അധ്യാപിക കൂടിയായിട്ടുള്ള ഇന്ദിരാ തങ്കച്ചി ടീച്ചർ ഉൾപ്പെടെയുള്ളവർ, മലയാള വിഭാഗ അധ്യക്ഷയായിട്ടുള്ള ആ ടീച്ചർ ഉൾപ്പെടെയുള്ളവർ അക്കാലങ്ങളിൽ ബിനോയ് വിശ്വം സാറും കൊല്ലം ശ്രീനാരായണ കോളേജും തമ്മിലുള്ള ബന്ധത്തെ പറ്റി പറഞ്ഞു കേൾക്കാൻ എനിക്കിടയായിട്ടുണ്ട്. കൊല്ലം ശ്രീനാരായണ കോളേജിന്റെ ഒരു അഭ്യുദയകാംക്ഷി കൂടിയായിട്ടുള്ള ബിനോയ് വിശ്വം സാറിനെ ഏറെ ആദരവോടെ ഞാൻ ഒരിക്കൽ കൂടി ഈ അമൃത മഹോത്സവ ഉദ്ഘാടന വേദിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സാർ. Thank you, sir. May I now invite Shri Binoy Vishwam, sir, Honorable Member of Parliament, for the inaugural address. നമസ്കാരം. എന്നെ കാണാമോ? കാണാം സാർ, കാണാം. കേൾക്കാമോ? കേൾക്കാം. ഞാൻ ഇയർഫോൺ വെക്കേണ്ട കാര്യമുണ്ടോ? വേണ്ട സാർ. പെർഫെക്റ്റ് സർ. താങ്ക് യു. കൊല്ലം ശ്രീനാരായണ കോളേജിൽ തമ്മിൽ ഞാൻ തുടക്കത്തില് പറയട്ടെ, ഈ ചടങ്ങിലേക്ക് ക്ഷണിക്കപ്പെട്ടപ്പോൾ ഇതിൽ പങ്കെടുക്കുമ്പോൾ എനിക്ക് അതിയായ അഭിമാനബോധം, സന്തോഷമുണ്ട്. അത് എൻ്റെ മാത്രം ഒരു സന്തോഷമാണെന്ന്, അഭിമാനമാണെന്ന് ഞാൻ ഓർത്തു. പക്ഷെ പ്രിൻസിപ്പൽ സാർ അത് പറഞ്ഞപ്പോഴത്തേക്കും എനിക്ക് തോന്നിയത് എവിടെയോ ഏതെല്ലാമോ രൂപത്തിൽ നിങ്ങളിൽ കുറച്ചു പേരെങ്കിലും എന്നെപ്പോലെ തന്നെ അതിനെ കാണുന്നുണ്ടെന്നാണ്. വിദ്യാർത്ഥി ജീവിതകാലം മുതൽ എനിക്ക് ബന്ധമുണ്ട് മഹത്തായ കൊല്ലം സെന്റ് കോളേജിൽ. എന്റെ വിദ്യാർത്ഥി കാലത്തിന് അപ്പുറത്ത് നമ്മുടെ കോളേജിന് മഹനീയമായ ഒരു ചരിത്രമുണ്ട്.
പാരമ്പര്യമുണ്ട്, സമരബോധമുണ്ട്. ഇതെല്ലാ കാലത്തും നീതിയുടെയും നന്മയുടെയും ശക്തികളെയും താല്പര്യങ്ങളെയും വെളിച്ചത്തെയും മുന്നോട്ട് നയിക്കാൻ നിലക്കൊണ്ട മഹത്തായ സ്ഥാപനമാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഞാൻ എന്നും എസ് എൻ കോളേജിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ എസ് എൻ കോളേജിലെ ചരിത്ര വിഭാഗം ഈ അമൃത മഹോത്സവത്തിന്റെ വേദിയിലേക്ക് വിളിക്കുമ്പോൾ ഞാൻ വളരെയേറെ ആവേശപൂർവമാണ് ആ ക്ഷണത്തെ കണ്ടതെന്ന് ഒന്നുകൂടെ പറയട്ടെ. സ്വാതന്ത്ര്യത്തിന്റെ 75ാമത്തെ വർഷം എത്രയാണ്? നമ്മളതിനെ എങ്ങനെയാണ് കാണേണ്ടത്? എങ്ങനെയാണ് നമ്മളതിനെ ഭാവിക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തേണ്ടത്? നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ജനതയ്ക്ക് എപ്പോഴും നിറവേറ്റപ്പെടാൻ ബാക്കിയുള്ള കടങ്ങൾ വിട്ടുവാൻ വേണ്ടിയുള്ള മഹായത്നങ്ങളുടെ പ്രചോദന ഘടകമായ ഒരു മുഹൂർത്തമായി അതിനെ മാറ്റുമെന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട് എന്ന് ഞാൻ ആരംഭത്തിലെ പറയട്ടെ. പ്രിൻസിപ്പാൾ ഇവിടെ പറഞ്ഞ ആശാന്റെ വരികളെക്കാൾ അന്വർത്ഥമായത് മറ്റെന്തുണ്ട് ഇപ്പോൾ നമുക്ക് ഓർക്കാൻ? സ്വതന്ത്രം തന്നെ ജീവിതം, സ്വതന്ത്രം തന്നെ അമൃതം, പാരതന്ത്ര്യം മാനികൾക്ക് ഹൃദയേക്കാൾ ഭയാനകം എന്നാണ് ആശാൻ പാടിയത്. നമ്മുടെ നാടിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രം എന്ന് പറഞ്ഞാൽ ഹൃദയേക്കാൾ ഭയാനകമായി അടിമത്വത്തെ കണ്ട ഒരു ജനത നടത്തിയ ഐതിഹാസികമായ വിമോചന പോരാട്ടത്തിന്റെ ഓർമ്മകൾ പുതുക്കലാണ്. ആ സമരത്തിന്റെ ഓരോ ഏടിനുമുണ്ട് ഓരോ കഥ പറയാൻ. ഇത്രയും വൈവിധ്യമാർന്ന ഒരു സമരം ഒരു നാട്ടിലും ഒരു ജനതയും നടത്തിയിട്ടുണ്ടായില്ല. സ്വാതന്ത്ര്യത്തെ കൈയെത്തിപ്പിടിക്കുവാൻ വേണ്ടി നമ്മുടെ മുൻഗാമികൾ ആ യാതനാപർവങ്ങളെ ചവിട്ടിക്കടന്നു വന്നവരാണ്. നമ്മൾ അവരെല്ലാവരെയും ഓർക്കുന്നുണ്ട് ഈ നിമിഷത്തിൽ. ചരിത്രം ശരിക്കു പറഞ്ഞാൽ ഭൂതകാലത്തിന്റെ ഒരു കണക്കെടുപ്പല്ല, അവിടുത്തെ അധികാരത്തിന്റെ അകത്തളങ്ങളിലെ ഏതെങ്കിലും കൊച്ചു കൊച്ചു കാര്യങ്ങൾ പറഞ്ഞു പോകലല്ല. പലപ്പോഴും പഴയ ചരിത്ര പുസ്തകങ്ങളിൽ അധികാരം കൈയാളി അവരുടെ ജീവിതത്തെ പറ്റിയാണ് ഏറെ പറഞ്ഞത്. അവർക്ക് എത്രമാത്രം വലിയ സൈന്യമുണ്ടായിരുന്നു, എത്രമാത്രം വലിയ ഭൂവസ്ത്രത ഉണ്ടായിരുന്നു, അന്തഃപുരങ്ങളിൽ അവർ എത്രയധികം സ്ത്രീകളെ ഭാര്യമാരായോ അല്ലാതെയോ സൂക്ഷിച്ചിരുന്നു. ഇതെല്ലാം പറയുന്ന ചരിത്രം നമ്മൾ വായിച്ചു. ചരിത്രം അധികാരത്തിനെ ചുറ്റിപ്പറ്റി സഞ്ചരിച്ച ആ ചരിത്ര പഠന രീതി തെറ്റാണ് എന്ന് ഉള്ള തിരിച്ചറിവാണ് പുത്തൻ ചരിത്രബോധം ഏവരെയും പഠിപ്പിക്കുന്നത്. ചരിത്രം വാസ്തവത്തിൽ ജീവിതത്തെയും സമൂഹത്തെയും മുന്നോട്ട് നയിക്കുവാൻ വേണ്ടി ജനങ്ങൾ നടത്തിയ പരിശ്രമത്തിന്, അതിനുവേണ്ടി അവർ ചെയ്ത ത്യാഗത്തിന്റെ കഥയാണെന്നും അതിൻ്റെ കേന്ദ്രസ്ഥാനത്ത് അധികാരികളോ സാമന്തന്മാരോ അല്ല, അവരുടെ പിണിയാളരോ സേവകന്മാരോ അല്ല, അവരുടെ പ്രധായകന്മാരോ അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും തന്ത്രജ്ഞന്മാരായിട്ടുള്ള ഉപദേശകന്മാരോ അല്ല, ജനങ്ങൾ തന്നെയാണ് ചരിത്രത്തെ നിർമ്മിക്കുന്നതിൽ
ഏറ്റവും പ്രധാനപ്പെട്ട മുമ്പിൽ വെച്ച ഘടകമെന്നുള്ള ബോധ്യമാണ് ചരിത്രത്തിന്റെ യഥാർത്ഥമായ ബോധ്യമെന്ന് നാം ഉറക്കെ തന്നെ പറയുന്നത്. ജനങ്ങൾ അവരാണ് ചരിത്രം സൃഷ്ടിക്കുന്നത്. ചരിത്രത്തിന്റെ സൃഷ്ടാക്കൾ മറ്റാരുമല്ല, ജനങ്ങളാണ്. എല്ലാ ചരിത്ര പഠനങ്ങൾക്കും, എല്ലാ സ്വാതന്ത്ര്യ പോരാട്ടങ്ങൾക്കും, എല്ലാ ജനകീയ മുന്നേറ്റങ്ങൾക്കും, എല്ലാ നിർമ്മിതികൾക്കും, നിർമ്മാണങ്ങൾക്കും, വളർച്ചകൾക്കും എല്ലാം പുറകിൽ ഉള്ളത് മനുഷ്യനാണ്, ജനങ്ങളാണ്, അവന്റെ ജീവിത സമരങ്ങളാണ്. അവൻ സ്വന്തം ജീവിതാവസ്ഥകളെ പ്രകാശത്തിലേക്ക് നയിക്കുവാൻ വേണ്ടി നടത്തിയിട്ടുള്ള വളരെ വൈവിധ്യങ്ങൾ നിറഞ്ഞ പരിശ്രമങ്ങളുടെ ഒരു കഥനമാണ് വാസ്തവത്തിൽ ചരിത്രമെന്നുള്ള തിരിച്ചറിവ് ഈ അമൃത മഹോത്സവത്തിന്റെ വേളയിൽ മാത്രമല്ല, എല്ലായ്പ്പോഴും ചരിത്ര വിദ്യാർത്ഥികൾക്ക് പ്രധാനപ്പെട്ട ഒന്നാണ് ഞാൻ പറയട്ടെ. ഇന്ത്യയുടെ സ്വതന്ത്രത്തിന്റെ 75ാമത്തെ വാർഷിക വേളയിൽ നമുക്കെല്ലാവർക്കും അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു മഹത്തായ സ്വതന്ത്ര രാജ്യത്തിന്റെ പൗരന്മാരായി ജീവിക്കാനുള്ള അവസരവും അവകാശവും ഉറപ്പാക്കാൻ വേണ്ടി തങ്ങൾക്കുള്ളതെല്ലാം ബലി കൊടുത്ത ആ തലമുറയെ ആദരവോടുകൂടി അഭിവാദ്യം ചെയ്യാം. നമുക്ക് അവരെ ഓർക്കാം. സ്വാതന്ത്ര്യത്തിന്റെ ആ വിജയമുഹൂർത്തത്തിൽ, സമരത്തിന്റെ വിജയമുഹൂർത്തത്തിൽ 47 ഓഗസ്റ്റ് മാസം 14-ാം തീയതി അർദ്ധരാത്രിയിൽ രാജ്യത്തിന്റെ എക്കാലത്തെയും വലിയ നേതാവും വഴികാട്ടിയുമായ ജവഹർലാൽ നെഹ്റുവിന്റെ ആ വാക്കുകൾ നമുക്കെല്ലാം ഇത്തരുണത്തിൽ അനുസ്മരിക്കാൻ യോഗ്യമാണ് എന്നാണ് എൻ്റെ വിശ്വാസം. നെഹ്റു എന്ന് പറഞ്ഞു, ലോകമാകെ അന്ധകാരത്തിലാണ് ഉറങ്ങുന്ന ഈ വേളയിൽ ഇതാ 40 കോടി ഇന്ത്യക്കാർ സ്വാതന്ത്ര്യത്തിലേക്കും ജീവിതത്തിലേക്കും ഉണരുകയാണ്. ഈ നിമിഷം വന്നണയുവാൻ വേണ്ടി തങ്ങൾക്ക് ഉള്ളതെല്ലാം ബലി കൊടുത്തവർ കണ്ട സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കി മാറ്റുവാൻ വേണ്ടിയുള്ള യാത്ര നാം ഇതാ ഇവിടെ നിന്ന് ആരംഭിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ആ നിമിഷം വന്നണയുവാൻ വേണ്ടി തങ്ങൾക്കുള്ളതെല്ലാം ബലി കൊടുത്തവർ അവരെ നെഹ്റു വന്ന് അവരുടെ സ്വപ്നങ്ങളെ പറ്റി, ആ സ്വപ്നങ്ങൾ സത്യമാക്കി മാറ്റുവാൻ വേണ്ടിയുള്ള ഒരു ജനതയുടെ ഐതിഹാസികമായ യാത്രയുടെ മഹത്വത്തെപ്പറ്റി നെഹ്റു വന്ന് അപ്പോൾ തന്നെ കേട്ട കുറച്ചു പേർക്ക് അറിയാൻ വേണ്ടിയല്ല, കാലങ്ങൾക്കപ്പുറത്തും തലമുറകൾ മാറി വരുമ്പോൾ എല്ലാവരും കേൾക്കുവാൻ വേണ്ടിയാണ് നെഹ്റു അത് പറഞ്ഞത് എന്ന് നെഹ്റുവിന്റെ മനസ്സ് വായിക്കാൻ ശ്രമിച്ചിട്ടുള്ളവർക്കെല്ലാം തീർച്ചയായിട്ടും ബോധ്യമാകും എന്ന് ഉറപ്പെനിക്ക്. അതുകൊണ്ടാണ് നാം പറയുന്നത് നെഹ്റു on that day, on that historic moment, on that glorious moment, was trying to speak to the posterity. കാലാതീതമായ കാലത്തോട് സംസാരിക്കാനായി നെഹ്റു ശ്രമിച്ചത്. അതുകൊണ്ടാണ് നെഹ്റു ഒരു വെറും പ്രധാനമന്ത്രിയും ഒരു വെറും രാഷ്ട്രീയ നേതാവും അല്ല എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. നെഹ്റു എല്ലാ അർത്ഥത്തിലും മഹാനായ വഴികാട്ടിയാണെന്ന് ഞാൻ പറയുന്നത്. നെഹ്റുവിന്റെ പേരുമായിട്ട് ബന്ധപ്പെടുത്തി നാം പലപ്പോഴും പറയുന്ന ഒരു വാക്കാണ് വിഷണറി ലീഡർ എന്ന വാക്ക്. വിഷണറി, ദൂരക്കാഴ്ചയുള്ള, ദീർഘവീക്ഷണമുള്ള നേതാവാണ് നെഹ്റു. ആ നെഹ്റുവിന്റെ
ആ പ്രസംഗത്തെ വോട്ടുകൊണ്ട് വേണം നാം ആരംഭിക്കാൻ എന്നും കൂടി എനിക്ക് തോന്നി. ഇപ്പോൾ അതിന് പ്രത്യേകമായ പ്രാധാന്യം. സ്വാതന്ത്ര്യ സമരത്തിന്റെ ഇതിഹാസത്തിൽ നിന്നും നെഹ്റുവിന്റെ പങ്കിനെ ചെറുതാക്കി കാണിക്കാൻ, ചിലപ്പോൾ നെഹ്റുവിനെ തമസ്കരിക്കുവാൻ പോലും നീക്കമുണ്ടാകുന്ന കാലത്ത് അതിനു പകരം മറ്റു പല പേരുകളും മറ്റു പല കാര്യങ്ങളും ചരിത്രവുമായി അശേഷം നീതി കാണിക്കാത്ത രീതിയിൽ പെരുപ്പിച്ച് ഉയർത്തി കാണിക്കാൻ വേണ്ട ശ്രമങ്ങൾക്ക് പല ബലപ്പെട്ട കേന്ദ്രങ്ങളും ആവർത്തയും പാടുപെടുന്ന ഈ കാലത്ത് അത്തരം എല്ലാ നീക്കത്തിന്റെയും ചരിത്രത്തോടുള്ള ഒരിക്കലും നീതിപൂർവകമല്ലാത്ത സമീപനത്തിന്റെ ഭാഗമായി സംഭവിക്കുന്ന അത്തരം ഓരോ നീക്കത്തോടുമുള്ള ഒരു തലമുറയുടെ പ്രതികരണമായി പറയാവുന്ന പേരാണ് നെഹ്റുവിന്റെ പേര് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ സമരത്തിന്റെ ചരിത്രം പറഞ്ഞുകൊണ്ട് നമ്മൾ തുടങ്ങും. അതുകൊണ്ടാണ് ഇത്രയും കാര്യം നെഹ്റുവിനെ കുറിച്ച് പറയാൻ എനിക്ക് തോന്നിപ്പോകുന്നു. ഇവിടെ നമ്മുടെ നാടിന്റെ സ്വാതന്ത്ര്യ സമരത്തെ പറ്റിയുള്ള എല്ലാ പാഠങ്ങളും നമ്മൾ വായിച്ചു പോരുന്നത് ഒരു വാദഗതിയാണ്. അത് ഒരു തുള്ളി ചോര പോലും ചിന്താതെയാണ്, ഒരു ജീവൻ പോലും വെടിയാതെയാണ് നമ്മുടെ രാജ്യം സൂര്യൻ അസ്തമിക്കാത്ത ഒരു സാമ്രാജ്യത്വത്തെ ഒട്ടുകൊത്തിച്ചുകൊണ്ട് സ്വാതന്ത്ര്യം ഇടിച്ചുപറ്റിയത് എന്ന ഒരു വാദഗതിയാണ്. ആ വാദഗതി എത്രമാത്രം ശരിയാണ് എന്ന് സംശയമുള്ള ഒരു ചരിത്ര വിദ്യാർത്ഥിയാണ് ഞാൻ. ഈ സംശയം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ആരെയെങ്കിലും ചെറുതാക്കാൻ വേണ്ടിയല്ല. പക്ഷെ അത്തരം സംശയങ്ങൾ ഉന്നയിക്കപ്പെടണം, അത്തരം ചോദ്യങ്ങൾ ചോദിക്കപ്പെടണം. ചരിത്രാന്വേഷണത്തിന്റെ യഥാർത്ഥമായ മാർഗം ചോദ്യങ്ങൾ ചോദിക്കൽ തന്നെയാണ്. ആ ചോദ്യങ്ങളെ അർത്ഥവത്തായ ചോദ്യങ്ങളാക്കി മൂർച്ച കൂട്ടി ഉന്നയിക്കുവാനും ആ മൂർച്ചകളുടെ ചോദ്യങ്ങൾക്ക് യുക്തിസഹമായ ശാസ്ത്രീയമായ ഉത്തരം കണ്ടുപിടിക്കാനും വേണ്ടിയുള്ള അന്വേഷണത്തിന്റെ പേരായിരിക്കണം ഗവേഷണമെന്ന്. ഗവേഷണവും അതുകൊണ്ട് പകർത്തെഴുത്താകാൻ സമ്മതിക്കാൻ പാടില്ല. ഗവേഷകന്മാർ പകർത്തെഴുത്തുകാരാകാനും പാടില്ല. അവർ സ്വയം ചോദ്യങ്ങൾ ചോദിക്കാനുള്ള വ്യാപ്തിയുള്ളവരാകണം, ആഴമുള്ളവരാകണം. ചോദ്യങ്ങൾ ചോദിപ്പിക്കാൻ കഴിയുന്നവരാകണം അധ്യാപകർ. വിദ്യാർത്ഥികൾ ആ ചോദ്യങ്ങളുടെ ഉഷിരും ഉണർവും ഉണ്മയും ഒരു ക്ഷമാപണമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഫോൺ തരും, അത് കൊണ്ടുവരാൻ പാടില്ല. ഫോണിൽ നമ്മൾ ചെയ്യുമ്പോഴേക്കും വിളിക്കുന്നവർക്ക് ഇതൊക്കെ അറിയാത്തതുകൊണ്ട് ഇതൊരു എനിക്കും പ്രയാസമാണ്, നിങ്ങൾക്കും പ്രയാസമായിരിക്കും. ഞാൻ മാറ്റി ചോദിക്കും. ഇതിന്റെ കുഴപ്പമേതാണ് ഇതൊക്കെ കേൾക്കാം സർ. കേൾക്കാം, പ്രോബ്ലം ഇല്ല. ഇടയ്ക്ക് ഒരു ചെറിയൊരു പ്രശ്നം വന്നോളൂ. കോൾ വന്നതാ? ആ, കുഴപ്പമില്ല സർ. കോളിന്റെ പ്രശ്നം അല്ലാതെ വേറെ പ്രശ്നം വല്ലതുണ്ടോ? ഇല്ല, വേറെ ഒരു പ്രശ്നവും ഇല്ല. ഇതിന്റെ മുറിഞ്ഞു പോകുന്നുണ്ടോ പറയുന്ന കാര്യങ്ങൾ? ഇല്ല ഇല്ല, കുഴപ്പമില്ല സർ. പറഞ്ഞ ഫീലിംഗ് ഉണ്ടാകുന്നുണ്ടോ? ഇപ്പൊ മാത്രമേ ഉള്ളൂ ആ ഇഷ്യൂ വന്നത്. അതൊരു കോൾ വന്നതാണ്. ശരി സർ. ചിലപ്പോ ഇനി എത്ര കോൾ വന്നാൽ ഒരു 1, 2, 3 സെക്കൻഡ് ഇതുപോലെ ഗ്യാപ്പ് ഉണ്ടാകും, മുറിഞ്ഞു പോകും. ഓക്കേ സർ. എത്ര മിനിറ്റാ നമുക്ക് എടുക്കാവുന്നത്? എനിക്ക് എടുക്കാവുന്ന
സവിത. സാറിന് ഇഷ്ടമുള്ള സമയം സംസാരിക്കാം സർ. അല്ല, അങ്ങനെ ഒരു എല്ലാവർക്കും കുഴപ്പമില്ല സാറ് കണ്ടിന്യൂ ചെയ്താ കുഴപ്പമില്ല. 45 minutes or even Nam- less than ആ ഓക്കെ സാർ. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയാൻ ശ്രമിച്ച കാര്യം ഇതാണ്. ഈ മഹാസമരത്തിൽ നിഷേധ്യമായും മഹത്തായ പങ്ക് വഹിച്ച മഹാത്മാഗാന്ധിയുടെയോ കോൺഗ്രസിന്റെയോ അഹിംസ സമര രീതിയെ തരുമ്പും ചെറുതാക്കാൻ വേണ്ടിയല്ല ഞാൻ പറയുന്നു. ആ സമരരൂപം ലോകത്തിന് തീർച്ചയായിട്ടും പുതിയ ഒരു സമരായുധമായിരുന്നു. അതൊരു പുതിയ ദാർശനികമാനമുള്ള സമരമായിരുന്നു. അതിന്റെ സമരതന്ത്രം തീർച്ചയായിട്ടും വിലപ്പെട്ടു എന്ന് തന്നെയാണ്. ഒരു ജനതയെ മുഴുവനും ഒന്നിപ്പിക്കാൻ വേണ്ടിയുള്ള പരിശ്രമത്തിന്റെ ഭാഗമായി അതുപോലൊരു സമരരൂപത്തെ കണ്ടുപിടിച്ചതെന്ന് പറയണം. കണ്ടുപിടിച്ച മഹാത്മാഗാന്ധി ഈ രാജ്യം കണ്ട ഏറ്റവും വലിയ സാമ്രാജ്യത്വ വിരുദ്ധ പോരാളിയാണ് എന്ന് പറയാനും ഞാൻ പഠിക്കുന്നില്ല. അതുകൊണ്ട് വീണ്ടും വീണ്ടും പറയട്ടെ, മഹാത്മാഗാന്ധിയുടെ പങ്കിനെ ചെറുതാക്കാൻ വേണ്ടിയല്ല ഞാൻ. പക്ഷേ ഒറ്റത്തുള്ളി ചോര പോലും ചിന്താതെയാണെന്നും ഒരൊറ്റ ജീവൻ പോലും വെടിയാതെയാണെന്നും നാം പറഞ്ഞാൽ അത് നമ്മുടെ നാടിന്റെ സ്വാതന്ത്ര്യ പോരാട്ടത്തിന്റെ യാഥാർത്ഥ്യബോധമുള്ള ചരിത്രപരമായി ശരിയായ ഒരു പ്രചരണമാകില്ല എന്ന് ആശങ്കപ്പെടുന്ന ഒരു ഇന്ത്യക്കാരനാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ ചുരുക്കി പറയട്ടെ, സത്യാഗ്രഹം മുതൽ അതിനകത്തുണ്ട് സായുധ പോരാട്ടം വരെയുള്ള പീസ്ഫുൾ മീൻസ് ടു ദ ആംഡ് ഫോംസ് ഓഫ് സ്ട്രഗിൾ, അതുവരെയുള്ള വിവിധങ്ങളായ സമരരൂപങ്ങളുടെ ഒരു സങ്കലനമായിരുന്നു ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പോരാട്ടം. അതെല്ലാം അതിൽ പങ്കുവച്ചിട്ടുണ്ട്. അവയിൽ പലതിലും മനുഷ്യന്റെ സ്വതന്ത്രദാഹമുള്ള മനുഷ്യന്റെ ചോര വീണിട്ടുണ്ട്. ഒരുപാട് പേരുടെ ജീവൻ പിടിയപ്പെട്ടിട്ടുണ്ട്. ഒട്ടേറെ പേർ രക്തസാക്ഷികളായിട്ടുണ്ട്. ഈ പറയുന്ന സിദ്ധാന്തത്തിന്റെ ഫലമായിട്ട് അവരെ ആരെയും ഈ നാട് മറക്കുന്ന അവസ്ഥ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ചരിത്രം പാലിക്കേണ്ട ജാഗ്രതയുടെ ഭാഗമായിട്ടാണ് ഞാൻ ഈ കാര്യം ഇങ്ങനെ പറയുന്നത്. നമ്മളങ്ങനെ ഇങ്ങനെ വിശദീകരിക്കും. എത്രയോ സമരരൂപങ്ങൾ, അതായത് പലതിലും മഹാത്മാഗാന്ധിയുടെ നിസ്സഹകരണ സമരം, ദണ്ഡി യാത്ര, വിദേശ വസ്ത്രബഹിഷ്കരണം, ചമ്പാരൻ സമരം, ഇതെല്ലാം വലിയ സമരങ്ങളാണ്. ഇതൊക്കെല്ലാം അതിന്റെ പങ്കുണ്ട്. പക്ഷേ അതിന്റെ അർത്ഥം ഭഗത് സിംഗിന്റെ പോരാട്ടം നമുക്ക് വേറെ ഒന്നായി കാണാമെന്നാണ്. ഭഗത് സിംഗ് ഈ ശൈലിയോട് പൊരുത്തപ്പെട്ട ആളായിരുന്നില്ല. രാജ്ഗുരുവും സുഖദേവും ചന്ദ്രശേഖർ ആസാദും ഒന്നും വഴിക്ക് പോയവരല്ല. അനുശീലൻ സമിതിയും ഗദ്ദാർ പാർട്ടിയും ഈ സമരത്തോട് യോജിക്കാൻ കൂട്ടാക്കാത്ത ശക്തികളായിരുന്നു. അവരെല്ലാം ഉണ്ടല്ലോ ഇവിടെ. സുഭാഷ് ചന്ദ്രബോസ് അദ്ദേഹത്തിന്റെ INA, അദ്ദേഹത്തിന്റെ തന്ത്രത്തിൽ പറ്റിയ പാളിച്ച എന്തുമാകട്ടെ, പക്ഷേ സ്വന്തമായ ഒരു ഇന്ത്യൻ നാഷണൽ ആർമി രൂപീകരിച്ചുകൊണ്ട് ആ ആർമിയെ സജ്ജമാക്കി ബ്രിട്ടനെതിരായി പോരാട്ടം ചെയ്ത് നമ്മുടെ നാടിനെ മോചിപ്പിക്കാൻ വേണ്ടിയുള്ള
വ്യത്യസ്തമായ ഒരു സമരമാർഗം ആരാഞ്ഞ നേതാവാണ് സുഭാഷ് ചന്ദ്രബോസ്. RIN മ്യൂട്ടണി, റോയൽ ഇന്ത്യൻ നേവി, ബ്രിട്ടീഷ് നാവികസേനയുടെ പേരാണ്. അന്നൊരു നാളിൽ ആ RIN പടക്കപ്പലുകളിൽ, ബ്രിട്ടീഷ് പടക്കപ്പലുകളിൽ ബോംബെ തുറമുഖത്ത് നങ്കൂരമിട്ട് അവ കിടക്കായി. ആ കപ്പലുകളിൽ 3 കൊടികൾ ഒന്നിച്ചു പാറിപ്പറന്നു. ഒരു കൊടി കോൺഗ്രസിന്റെ കൊടിയാണ്, വേറൊരു കൊടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൊടിയാണ്, മറ്റൊരു കൊടി മുസ്ലിം ലീഗിന്റെ കൊടിയാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കുവഹിച്ച പ്രധാനപ്പെട്ട അന്നത്തെ 3 രാഷ്ട്രീയ ധാരകളുടെ അടയാളമായ ഈ 3 കൊടികളെയും ഒന്നിച്ച് ബ്രിട്ടീഷ് പടക്കപ്പലുകളിൽ പറപ്പിച്ചുകൊണ്ടാണ് റോയൽ ഇന്ത്യൻ നേവിയിലെ ഇന്ത്യക്കാരായ നാവികന്മാർ പറഞ്ഞത്, ഞങ്ങൾ നിങ്ങളുടെ ഉത്തരവുകൾ അംഗീകരിക്കാൻ, ശരിവയ്ക്കാൻ, അനുസരിക്കാൻ ഇനിമേൽ തയ്യാറല്ല. സ്വന്തം സഹോദരന്മാരുടെ നേർക്ക് തോക്ക് തിരിച്ചു പിടിക്കാൻ നിങ്ങൾ ആജ്ഞാപിച്ചാൽ ആ ആജ്ഞാപനം ഉൾക്കൊള്ളാനും ചെവിക്കൊള്ളാനും മനസ്സില്ല ഞങ്ങൾക്ക് എന്ന് അവർ പറയുകയായിരുന്നു. ആ സമരത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ബോംബെ നഗരത്തിലെ തൊഴിലാളി വർഗം അന്ന് പണിമുടക്കി തെരുവിലേക്ക് ഇറങ്ങി. നാവികരെ അടിച്ചമർത്താൻ വേണ്ടി സന്നാഹമൊരുക്കിയ ബ്രിട്ടീഷ് തമ്പ്രാക്കന്മാരോട് ആ തൊഴിലാളി വർഗം പറഞ്ഞു, അവരെ തുടരുത്, അവർ ഞങ്ങളുടെ സഹോദരങ്ങളാണെന്ന് പറഞ്ഞു. ഓർക്കുമ്പോൾ തന്നെ ചുരതിളപ്പിക്കുന്ന ഇത്തരം എത്രയെത്ര അധ്യായങ്ങളുണ്ട് നമ്മുടെ നാടിന്റെ ഈ സമര ചരിത്രത്തിൽ. അതെല്ലാം നമുക്ക് മാറ്റിവെക്കാൻ കഴിയും. 1887 ഒന്നാം സ്വതന്ത്ര സമരം, ദ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, അത് സായുധ പോരാട്ടമായിരുന്നില്ല, പട്ടാളത്തിലെ കലാപമായിരുന്നില്ല. വൈദേശിക വാഴ്ചക്കെതിരായിട്ടുള്ള ഇന്ത്യക്കാരുടെ ലക്ഷണയുക്തമായ ഒന്നാമത്തെ ആ സ്വതന്ത്ര പോരാട്ടത്തെ ബ്രിട്ടീഷ് ചരിത്രകാരന്മാരും ബ്രിട്ടീഷ് കോളനികൾ തമ്പുരാക്കന്മാരും ചേർന്ന് വിളിച്ചത് ദ സീപ്പോയ് മ്യൂട്ടണി എന്നായിരുന്നല്ലോ. അതെന്തുകൊണ്ടാണ്? ചരിത്രത്തെ വർഗീയവൽക്കരിക്കാൻ നീക്കം അന്ന് ആരംഭിച്ചു. ബ്രിട്ടീഷുകാരും അവരുടെ കൂലിയെഴുത്തുകാരായ ചരിത്രകാരന്മാരും അന്ന് പറഞ്ഞത് തോക്കിൽ ഉപയോഗിക്കുന്ന കൊഴുപ്പിന് വേണ്ടി, കൊഴുപ്പായി, ഓയിലായി പന്നിക്കൊഴുപ്പ് ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സൈന്യത്തിലെ മുസ്ലിമുകളെ മതവികാരം പറഞ്ഞുകൊണ്ട് ഇളക്കി വിട്ട് സംഘടിപ്പിച്ച ഒരു മതപരമായ കലാപമായിരുന്നു ഉള്ള അർത്ഥത്തിലാണ് അതിന്റെ മഹത്തായ മാനത്തെ ന്യൂനീകരിച്ചുകൊണ്ട് അതൊരു മതപരമായിട്ടുള്ള സങ്കുചിതമായിട്ടുള്ള നിലപാടിനെ മാത്രം അടിസ്ഥാനപ്പെടുത്തിയ ശിപ്പായിമാരുടെ ഒരു കലഹം എന്ന് വിശേഷിപ്പിക്കാനും ചെറുതാക്കാനും ശ്രമിച്ചത്. അതല്ല സത്യം. ഝാൻസിയിലെ റാണി ലക്ഷ്മിബായി അവരുടെ നേതൃത്വം അംഗീകരിച്ചുകൊണ്ട് നാനാ സാഹിബ്, കാന്തിയ തോപ്പ്, ബഹദൂർ ഷാ തുടങ്ങിയ എണ്ണമറ്റ നേതാക്കളുടെ നേതൃത്വത്തിൽ നൂറുകണക്കിന് ഇന്ത്യൻ സൈനികർ അവർ വൈദേശിക വാഴ്ചക്കെതിരായി ഉറച്ചുനിന്ന് ജീവത്യാഗത്തെ പോലും ഭരിച്ചുകൊണ്ട് പോരാടിയതിന്റെ കഥയാണ് 1887 ഒന്നാം സ്വതന്ത്ര സമരത്തിന് പറയാനുള്ളത്. അത് നമ്മൾ കാണണ്ടേ? ഇതൊരു ചെറിയ കാര്യമല്ല. 1787 ഇന്ത്യക്ക് മേൽ വൈദേശിക
ആധിപത്യം മുതൽ പിടിമുറിക്കുന്നത്. സത്യത്തിൽ അന്ന് ആരംഭിച്ചു നമ്മുടെ പോരാട്ടം. അന്ന് മുതൽ ആരംഭിച്ച ആ പോരാട്ടം വാസ്തവത്തിൽ 190 വർഷക്കാലം നീണ്ടുനിന്ന വൈദേശിക ഭാഷയ്ക്കെതിരായിട്ടുള്ള ഇന്ത്യയുടെ പോരാട്ടമായി. ഒരുപാട് ഏറ്റങ്ങളും ഇറക്കങ്ങളും, വളവുകളും തിരിവുകളും, വിജയങ്ങളും പരാജയങ്ങളും എല്ലാം ഉണ്ടായ പോരാട്ടമാണ്. അതിൽ ചുരുക്കി പറയാനാണെങ്കിൽ വൈവിധ്യങ്ങൾ നിറഞ്ഞ സമരരൂപങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വൈവിധ്യങ്ങൾ എന്ന വാക്ക് ഇന്ത്യക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്കാണ്. വൈവിധ്യങ്ങൾ, ഡൈവേഴ്സിറ്റി. ആ ഡൈവേഴ്സിറ്റിയുടെ പാഠങ്ങൾ ഇന്ത്യക്ക് എന്നും വിലപ്പെട്ട ഒന്നാണ്. ആ വൈവിധ്യങ്ങളുടെ ഒരു പ്രതിഫലനമായിരുന്നു സ്വതന്ത്ര സമ്പാദന സമരത്തിന്റെ പല പല ഘട്ടങ്ങളും. എല്ലാ ഘട്ടങ്ങളും എന്ന് പറയാൻ നാം മടിക്കാനേ പാടില്ല. അതുകൊണ്ട് പറയുകയാണ്, സത്യഗ്രഹം മുതൽ സായുധ പോരാട്ടം വരെയുള്ള വൈവിധ്യം നിറഞ്ഞ സമരരൂപങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ഒരു ജനത നടത്തിയ വിമോചന പോരാട്ടമായിരുന്നു ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം. അതിനകത്ത് എന്നും ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിച്ച സാമ്രാജ്യത്വവാദികളും കൊളോണിയൽ നയങ്ങളും അതിന്റെ തന്ത്രജ്ഞന്മാരും എല്ലാം ഭിന്നിപ്പിന് വേണ്ടി ഉപയോഗപ്പെടുത്തിയത് വർഗീയതയായിരുന്നു, വർഗീയവാദം. ഇന്ത്യൻ ചരിത്രത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും ഇന്നും നാളെയും നമുക്ക് പറയേണ്ടി വരും. ഇന്നലകളിലെ പാഠങ്ങളെല്ലാം പഠിച്ചുകൊണ്ട് ഇന്നും നാളെയും എന്റെ പറയേണ്ടി വരും. വർഗീയവാദം അതിന്റെ നിറമേതായാലും ശരി, എല്ലാ രൂപത്തിലും എല്ലാ നിറത്തിലുമുള്ള വർഗീയവാദം ചരിത്രത്തിലുടനീളം ഇന്ത്യൻ താല്പര്യങ്ങളെ പ്രതികൂലമായി ബാധിച്ച ഒന്നാണ്. ഇന്ത്യൻ താല്പര്യങ്ങളെ പുറകോട്ട് പിടിച്ചു വലിക്കാൻ ശ്രമിച്ച ശക്തികൾക്ക് മാത്രം കരുത്തു പകർന്ന ഒന്നാണ് വർഗീയവാദം. കമ്മ്യൂണലിസം ആൻഡ് ദ റൈറ്റിംഗ് ഓഫ് ഇന്ത്യൻ ഹിസ്റ്ററി എന്ന പുസ്തകത്തിൽ പ്രമീള താപ്പർ ഈ കാര്യം വിശദമാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരു ചെറിയ പുസ്തകമാണ്, പക്ഷെ ആ പുസ്തകം ഉൾക്കാഴ്ച കൊണ്ട് സമ്പന്നമാണ്. വലിയ പുസ്തകമാണ്. കമ്മ്യൂണലിസം ആൻഡ് ദ റൈറ്റിംഗ് ഓഫ് ഇന്ത്യൻ ഹിസ്റ്ററി. വർഗീയവാദം എങ്ങനെയാണ് ഇന്ത്യയുടെ ചരിത്രത്തെയും അതുകൊണ്ട് ഇന്ത്യൻ ഹിസ്റ്ററി റൈറ്റിങ്ങിനെയും ചരിത്ര രചനയെയും ബാധിച്ച വിപത്തായി മാറിയത് എന്നാണ് ആ വലിയ അറിവുള്ള മഹതി പ്രൊഫസർ റമീള താപ്പർ വിശദമാക്കാൻ ശ്രമിച്ചത്. അതും നമുക്ക് ഓർത്തു വെക്കേണ്ടത്. ഈ അമൃത മഹോത്സവ വേളയിൽ അതെല്ലാം നമുക്ക് ഓർത്തു വെക്കേണ്ടത്. വർഗീയവാദം ഒരിക്കലും മതവിശ്വാസമല്ല. ഇന്ത്യയുടെ സമരത്തിൽ പല പല ധാരകൾ, പല ചിന്തകൾ, ആശയങ്ങൾ, ശാസ്ത്രങ്ങളെല്ലാം വഹിച്ച പങ്കിനെ പോലെ തന്നെ മതങ്ങളും പങ്കുവച്ചിട്ടുണ്ട്, മതവിശ്വാസം പങ്കുവച്ചിട്ടുണ്ട്, മതബോധം പങ്കുവച്ചിട്ടുണ്ട്. അതുകൊണ്ട് വർഗീയതയുടെ പങ്കിനെ നമ്മൾ തള്ളിപ്പറയുമ്പോൾ അതൊരിക്കലും മതങ്ങളുടെ പങ്കിനെയോ മതത്തിലെ വിശ്വാസികളുടെ പങ്കിനെയോ ചെറുതാക്കുന്നുവെന്ന് ദയവായി ആരും ധരിക്കരുത്. അതെല്ലാം ഉണ്ടായിട്ടുണ്ട്. അന്നത്തെ ചരിത്ര വികാസ ഘട്ടത്തിൽ അതെല്ലാം ഉണ്ടാവുകയും ചെയ്യും. ഇന്നും അതുണ്ട്. മതം ഇന്ത്യൻ സമൂഹത്തിൽ എന്നും ഒരു യാഥാർത്ഥ്യമാണ്. ഈ സമൂഹത്തിൽ അന്നും ഇന്നും മഹാഭൂരിപക്ഷം പേരും മതവിശ്വാസികളാണ്. പക്ഷേ എല്ലാത്തരം നീതി സങ്കല്പങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ട് വർഗീയവാദം ഇന്ത്യൻ പുരോഗതിയെയും ചരിത്രത്തെയും തട്ടിപ്പറിക്കാൻ ശ്രമിക്കുന്ന ഒരു ജീവിതഘട്ടത്തിൽ ഈ സമൂഹം, ഈ രാജ്യം, ഇതിന്റെ ജനത, ഇവിടുത്തെ ചരിത്രബോധം
ശക്തമായി ഊന്നിപ്പറയേണ്ട കാര്യമാണ് വർഗീയവാദമല്ല മതം. മതം വേറെ, വർഗീയവാദം വേറെ. വർഗീയവാദം എല്ലാ ഘട്ടങ്ങളിലും ജനങ്ങളെ അടിച്ചമർത്തുവാനും ജനങ്ങളെ ചൂഷണം ചെയ്യാനും ശ്രമിക്കുന്ന ശക്തികളുടെ കയ്യിലെ ആയുധം മാത്രമായിരുന്നു. അത് ജനദ്രോഹ ശക്തികൾ അവരുടെ ജനദ്രോഹ താല്പര്യങ്ങളുടെ ഉപകരണമാക്കി മാറ്റിയ ഏറ്റവും കരുത്തിലുണ്ട ആയുധമാണ് വർഗീയവാദം. അതൊരിക്കലും മതവിശ്വാസമല്ല. ഇന്നലെയായിരുന്നില്ല, ഇന്നല്ല, നാളെയുമാകാൻ പറ്റത്തില്ല. There should be a dividing line between religion and communalism. കമ്മ്യൂണിസത്തിന്റെ ലക്ഷ്യമെന്തായിരുന്നു? ജനങ്ങളെ ഭിന്നിപ്പിക്കൽ തന്നെയായിരുന്നു. ആ ഭിന്നിപ്പിക്കൽ ഒരു രാഷ്ട്രീയ ലക്ഷ്യമായി കണ്ട കൊളോണിയൽ മാസ്റ്റേഴ്സ്, സാമ്രാജ്യത്വ യജമാനന്മാർ അവരുടെ കയ്യിലെ ഒരു കളിപ്പാവയായിരുന്നു എല്ലാ കാലത്തും വർഗീയവാദം. എല്ലാ കാലത്തും അവരുടെ ഏറ്റവും ബലവത്തായ തന്ത്രമായിരുന്നു ഡിവൈഡ് ആൻഡ് റൂൾ. ഒന്നാം സ്വതന്ത്ര സമരകാലത്ത് അവർ കണ്ടെത്തിയ പന്നിക്കൊഴുപ്പിന്റെ വാദം മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ മതബോധത്തെ, വിശ്വാസങ്ങളെ വഴിമാറ്റിക്കൊണ്ടുപോയി സ്വന്തം താല്പര്യങ്ങൾക്ക് ഉള്ള ഇന്ധനമാക്കി അവയെ മാറ്റുവാൻ ശ്രമിച്ചവർ സമാജത്വം, കൊളോണിയലിസ്റ്റുകൾ, മുതലാളിത്ത വർഗം, ചൂഷക വർഗത്തിലെ പിന്തിരിപ്പന്മാർ, അവരെല്ലാവരുടെയും കയ്യിലെ അനുസരണയുള്ള വഴങ്ങുന്ന വടിയാണ് വർഗീയവാദം. ഇന്ത്യക്ക് ആ പാഠം മറക്കാൻ അവകാശം. അത്രയേറെ വില കൊടുത്തു പിടിക്കുക. വർഗീയവാദത്തിന്റെ തള്ളിക്കയറ്റം ഉണ്ടായപ്പോഴെല്ലാം ഈ രാജ്യവും ജനങ്ങളും അത്രയേറെ വില കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ആ പാഠങ്ങൾ മറക്കാൻ ഇന്ത്യക്ക് അവകാശമില്ല. ഡിവൈഡ് ആൻഡ് റൂൾ ഈ സമരത്തിന്റെ ചരിത്രം വായിക്കുമ്പോൾ നാം അറിയേണ്ട ഒരു മുദ്രാവാക്യമാണ്. പിന്തിരിപ്പ് മുദ്രാവാക്യമാണ്. ഇരുണ്ട മുദ്രാവാക്യമാണ്. ഡിവൈഡ് ആൻഡ് റൂൾ, ഭിന്നിപ്പിക്കുക, ഭരിക്കുക. അതായിരുന്നു ബ്രിട്ടീഷ് തന്ത്രത്തിന്റെ കാതൽ. ഇന്ത്യക്കാരെ ഭിന്നിപ്പിക്കുക, അവരുടെ ഒരുമയെ തകർക്കുക. ഒന്നായി നിന്നുകൊണ്ട് സാമ്രാജ്യക്രമയെ വെല്ലുവിളിക്കുന്ന ഒരു ജനതയുടെ മുമ്പിൽ ഒന്നിച്ചു പോകേണ്ട നിങ്ങൾ പല വഴിക്ക് പോകണം. നിങ്ങൾ ഹിന്ദു, നിങ്ങൾ മുസ്ലിം, നിങ്ങൾ സിഖ്, നിങ്ങൾ ജൈനൻ, നിങ്ങൾ പാഴ്സി, നിങ്ങൾക്ക് അതിനപ്പുറത്ത് വേറൊരു സ്വത്വമില്ല. ഉണ്ട്. നമുക്കിതെല്ലാം ഉള്ളപ്പോഴും, ഈ വൈവിധ്യമെല്ലാം ഉള്ളപ്പോഴും നമുക്കതിനപ്പുറത്ത് ഒരു സ്വത്വമുണ്ട്, സെൽഫുണ്ട്. അത് നമ്മൾ ഇന്ത്യക്കാരാണ് എന്ന ഒരു ബോധമാണ്. ഇന്ത്യ എന്ന വികാരമാണ്. ഇന്ത്യക്കാരുടെ ആ ബോധത്തെയാണ് വർഗീയവാദം പിടിച്ചു കുലുക്കാനും തകർക്കാനും എന്നും ശ്രമിച്ചത്. അതിനെപ്പറ്റിയുള്ള ജാഗ്രതയാണ് സ്വാതന്ത്ര്യത്തിന്റെ 75ാം വാർഷിക വേളയിൽ പൂർവകാലത്തെ പോരാട്ട സ്മൃതികളിൽ നിന്നും നമുക്ക് ഏറ്റുവാങ്ങി മുമ്പോട്ട് കൊണ്ടുപോകേണ്ട ഒരു കാഴ്ചപ്പാടെന്ന് ഞാൻ ഇപ്പോൾ പറയുന്നു. ഈ സത്യങ്ങളെയെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മുടെ നാട് ആ 47 ഓഗസ്റ്റ് മാസം 15 ചുവടുവെച്ചെത്തിയത്. ഇതൊരു വലിയ ത്യാഗപൂർണമായ പ്രയാണമായി. ഒരുപാട് പേർ വീണുപോയി. പക്ഷേ നമ്മളവിടെ എത്തി. അത് കഴിഞ്ഞു. നാം വലിയ വില കൊടുത്തു. ഒന്നാമത്തെ വില നാം കൊടുത്തത് 47 ഓഗസ്റ്റ് മാസം 15 തന്നെയായിരുന്നു. ഈ രാജ്യം രണ്ടായി വെട്ടുപിടിക്കപ്പെട്ടു. 2 രാജ്യങ്ങളായി, 2 കൊടികളുണ്ടായി. അതിന്റെ വിപത്തുകൾ ഇപ്പോഴും നമ്മളും അവരും പേറും.
വിശപ്പകറ്റാൻ വേണ്ടി മാറ്റിവെക്കേണ്ട, തൊഴിലുണ്ടാക്കാൻ വേണ്ടി മാറ്റിവെക്കേണ്ട, ശാസ്ത്ര പുരോഗതിക്ക് വേണ്ടി മാറ്റിവെക്കേണ്ട, ജീവിതത്തെ പ്രകാശത്താൽ നിറയ്ക്കാൻ വേണ്ടി മാറ്റിവെക്കേണ്ടുന്ന എത്രയോ വലിയ വിഭവശേഖരങ്ങളാണ് നമ്മൾ യുദ്ധങ്ങൾക്ക് വേണ്ടിയും ആയുധങ്ങൾക്ക് വേണ്ടിയും സംഘർഷങ്ങൾക്ക് വേണ്ടിയും മാറ്റിവെക്കാൻ നിർബന്ധിതമായത്. നാം ഭിന്നിച്ചതിന്റെ പുറകിലുമുണ്ട് വർഗീയവാദം. വർഗീയവാദം ഒരിക്കലും ഒരു നാടിന് ആശാസ്യമായ വഴിയല്ല എന്ന്. മതങ്ങൾക്കുള്ളിൽ വർഗീയവാദം തലവെക്കുന്ന അവസ്ഥകളെപ്പറ്റി എല്ലാ മതങ്ങളും മതവിശ്വാസികളും ജാഗ്രത പാലിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ പറ്റുമെന്നും ഈ അനുഭവങ്ങളും പാഠങ്ങളും ചരിത്രവും നമ്മെ അറിയിക്കുന്നു. മറന്നു പോകാത്ത വിധം, അഞ്ഞു പോകാത്ത വിധം നമുക്കത് നമ്മുടെ ഹൃദയത്തിന്റെ ഭിത്തിയിൽ കുത്തിവെക്കണം. മറക്കരുത്. ഓർമ്മകൾ വേണം. ആ ഓർമ്മകൾ പറയുന്നത് ഒരുമയുടെ മുമ്പിൽ, വൈവിധ്യങ്ങളുടെ മുമ്പിൽ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നവരുടെ ഒരു പ്രയാണത്തെ എങ്ങനെയാണ് വർഗീയവാദം പുറകോട്ട് പിടിച്ചു വലിച്ച് തകർത്തെറിയാൻ ശ്രമിക്കുന്നുവെന്ന പാഠമാണ് നമ്മൾ അറിയേണ്ടത്. ആ പാഠം മുഖ്യമായ ഒന്നാണ്. നമ്മുടെ തലമുറകൾ അത് മനസ്സിലാക്കിയത്. അവിടെ നമ്മൾ നമ്മുടെ നാടിന്റെ ഭരണഘടനയെ പറ്റി പറയേണ്ടത്. നമ്മുടെ ഭരണഘടന എല്ലാ അർത്ഥത്തിലും പ്രത്യേകതയാർന്ന ഒന്നാണ്. പ്രത്യേകതയാർന്ന ഒരു സമര പാരമ്പര്യത്തിന്റെ ഫലമായി സ്വാതന്ത്ര്യം പിടിച്ചു പറ്റിയ ഒരു ജനതയുടെ മുന്നോട്ടുള്ള തുടർയാത്രയിൽ അവർക്ക് വഴികാട്ടിയാകേണ്ട തത്വങ്ങളെയും ആശയങ്ങളെയും ചേർത്ത് വെച്ച ഒന്നാണ് നമ്മുടെ ഭരണഘടന. ആ ഭരണഘടന വാസ്തവത്തിൽ ഇന്ത്യൻ സ്വതന്ത്ര സമരത്തിന്റെ എല്ലാ മഹത്തായ മൂല്യങ്ങളുടെയും വസ്യത്താണ് എന്ന് വേണം. അതെ, ഏതെല്ലാം സത്യങ്ങളെയും ശരികളെയും മൂല്യങ്ങളെയും സ്വപ്നങ്ങളെയും ഇന്ത്യയുടെ സ്വതന്ത്ര സമരം ഉയർത്തിപ്പിടിക്കാൻ ഉത്സാഹിച്ചുവോ അവയെല്ലാം അടങ്ങുന്ന അവയുടെ വസ്യത്വം തന്നെയാണ് നമ്മുടെ നാടിന്റെ ഭരണഘടന. We, the people of India, having solemnly resolved to constitute India into a sovereign, democratic, secular, socialist republic എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കും. എന്നിട്ട് സമത്വവും സ്വാതന്ത്ര്യവും ഫ്രറ്റേണിറ്റിയും എല്ലാം ഉറപ്പാക്കിക്കൊണ്ട് അത് അവസാനിക്കുമ്പോൾ ആ ഭരണഘടന അതിന്റെ പ്രിയാമ്പിളിൽ പറയുകയാണ്, അതിനാൽ ഞങ്ങളാൽ തന്നെ രചിച്ച് ഞങ്ങളാൽ തന്നെ പാസാക്കി ഞങ്ങൾക്ക് തന്നെ ഈ ഭരണഘടനയെ ഇന്നേ ദിവസം സമർപ്പിക്കും. അതാണ് പ്രിയാമ്പിളിലെ പരികൽപ്പന. അത് വലിയ അർത്ഥമുള്ള ഒരു പ്രിയാമ്പിളാണ്. ആ പ്രിയാമ്പിളാണ് ഭരണഘടനയുടെ ആത്മാവെന്ന് ഞാൻ പറയും. അതുകൊണ്ടാണ് ഇന്ത്യക്കാർ ആ പ്രിയാമ്പിൾ ഇന്ന് ഓരോ പുത്തൻ വെല്ലുവിളിയും വർഗീയ മതത്തിന്റെ ശക്തികളുടെ ഭാഗത്ത് നിന്ന് തലപൊക്കുമ്പോഴെല്ലാം ആ പ്രിയാമ്പിൾ ചെറുത്തുനിൽപ്പിന്റെ കവചമായി മാറുന്നു. ആ പ്രിയാമ്പിൾ അടങ്ങുന്ന ഭരണഘടന ഇന്ത്യയുടെ വർത്തമാനത്തിന്റെയും ഭാവിയുടെയും കരുത്തുറ്റ ഒരു സമരായുധമായി മാറുമെന്ന് നമ്മളെല്ലാം വിശ്വസിക്കുന്നത് ആ കാരണം കൊണ്ട്. അത് മറക്കാൻ പാടില്ല. ചരിത്രത്തെ മാറ്റിക്കുറിക്കാൻ ശ്രമങ്ങൾ ഉണ്ടാകുന്നു. നെഹ്റുവിനെ നമസ്കരിക്കാൻ ശ്രമിച്ചതുപോലെ തന്നെ മറ്റു പലരെയും പർവ്വതീകരിക്കാനും ഗ്ലോറിഫൈ ചെയ്യാനും മഹത്വവൽക്കരിക്കാൻ നീക്കം ഉണ്ടാകുന്നു. ജാഗ്രത പാലിക്കണം. അധികാരം ചരിത്രത്തിന് മേൽ കൈവച്ചു അതിന്റെ താല്പര്യങ്ങളുടെ ഒരു താവളമാക്കി ചരിത്ര പഠനത്തെയും ഗവേഷണത്തെയും മാറ്റിയാൽ
ഉണ്ടാകാൻ ഇടയുള്ള ദുരന്തങ്ങളെ പറ്റി ICHR അടക്കമുള്ള ഗവേഷണ സ്ഥാപനങ്ങൾക്ക് എന്ത് പറ്റും? ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ച് എങ്ങനെയാണ് ചരിത്രബോധത്തിന്റെ യഥാർത്ഥ പാതയെ വെടിഞ്ഞുകൊണ്ട് ചരിത്രത്തിന്റെ സ്ഥാനത്ത് കുത്തുകളെയും കേട്ടുകേൾവികളെയും അടിസ്ഥാനമാക്കിയ എന്തോ ഒന്നിനെ പകരം വെക്കാനുള്ള നിഗൂഢമായ നീക്കത്തിന്റെ കേന്ദ്രമായി മാറും. ഇതെല്ലാം ചിന്താ വിഷയങ്ങളാണ്. ഉന്നയിക്കാൻ ഞാൻ ശ്രമിക്കുന്ന ഈ വാദഗതിയോട് യോജിക്കുന്നവരും കാണും, യോജിക്കാത്തവരും കാണും. അത് നമ്മുടെ നാടിന്റെ ഭരണഘടനയുടെ സൗന്ദര്യമാണ്. ഇറ്റ് ഈസ് ദ ബ്യൂട്ടി ഓഫ് ഇന്ത്യാസ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ പോളിറ്റിയുടെ സൗന്ദര്യമാണ് റൈറ്റ് ടു ഡിസെൻസ്, വിയോജിക്കാൻ ഉള്ള അവകാശം, റൈറ്റ് ടു ഡിബേറ്റ്, റൈറ്റ് ടു ക്വസ്റ്റ്യൻ. ഈ അവകാശങ്ങളെല്ലാം ഉണ്ട് നമുക്ക്. നാം ലോകത്തിലെ മഹത്തായ ജനാധിപത്യ രാഷ്ട്രമാണ് എന്ന് പറയുമ്പോൾ ഇതെല്ലാമാണ് അതിന്റെ കാരണം. ഈ അവകാശങ്ങളില്ലാതായാൽ ഇന്ത്യ പിന്നെ എന്താണ്? അതുകൊണ്ട് ഞാൻ പറയുകയാണ്, എന്നോട് യോജിക്കുന്നവർ കാണും ഈ കൂട്ടത്തിൽ, യോജിക്കാത്തവരും കാണും. ഈ യോജിക്കുന്നവരും യോജിക്കാത്തവരും തമ്മിൽ സംവാദമുണ്ടാകട്ടെ. ആ സംവാദങ്ങളെ ഭയപ്പെടാൻ പാടില്ല. ആ സംവാദങ്ങൾ സത്യാന്വേഷണമാണ്. ഇറ്റ്സ് എ ചേർണിങ്, ഇറ്റ്സ് എ ഗ്രേറ്റ് പ്രോസസ് ഓഫ് ചേർണിങ്. ഒരു ഉരുത്തിരിയലാണ്, ഒരു തരം കടഞ്ഞെടുക്കലാണ് സംവാദങ്ങൾ. ആ സംവാദങ്ങളെ എന്നും പ്രോത്സാഹിപ്പിച്ച മഹത്തായ പാരമ്പര്യമുണ്ട്. അതാണ് ഇന്ത്യൻ പാരമ്പര്യം. ആ പാരമ്പര്യം ആധ്യാത്മികതയുടെ മൂല്യങ്ങളെ പറ്റി ലോകത്തെ പഠിപ്പിച്ചതാണ്. ആ പാരമ്പര്യം ദൈവസങ്കല്പങ്ങളെ ലോകത്തിന് പരിചയപ്പെടുത്തിയതാണ്. ആ പാരമ്പര്യം മതങ്ങളുടെ പിറവികളെ ചൂണ്ടിക്കാണിച്ച ഒന്നാണ്. പക്ഷെ ആ പാരമ്പര്യം അത് മാത്രമല്ല, ആ പാരമ്പര്യം ശാസ്ത്രചിന്തയുടെ ആദ്യത്തെ അങ്കുരങ്ങളെ ലോകത്തെ പരിചയപ്പെടുത്തിയതാണ്. ആ പാരമ്പര്യം ദൈവ വിലാസത്തിന്റെ ഉജ്ജ്വലമായ മൂർച്ചകളുള്ള വാദഗതികളെ ലോകത്തെ പരിചയപ്പെടുത്തിയ ഒന്നാണ്. ആത്മീയ മതത്തിന്റെ ഉറവിടമായി മാറിയ അതേ കരുത്തോടുകൂടി ആ പാരമ്പര്യം ഭൗതിക മതത്തിന്റെയും ശക്തികളെ ഉയർത്തിപ്പിടിക്കാൻ ശ്രമിച്ച ഒന്നാണ്. അവയ്ക്കെല്ലാം ഇടമുണ്ടായിരുന്നു ഈ സമൂഹത്തിൽ. അതാണ് ഇന്ത്യൻ പാരമ്പര്യം. നാം പറയുന്ന ഡൈവേഴ്സിറ്റിയുടെ വേരവിടെയാണ്. ആ വേര് മതത്തിന് ഇടം കൊടുത്തു. ബുദ്ധ ജൈന മതങ്ങൾക്ക് അത് പ്രതി കൊടുത്തു. ഈ മഹത്തായ 3 മതങ്ങൾക്ക് ജന്മം കൊടുത്ത മണ്ണാണ്. ആ മതങ്ങളെല്ലാം ഒരുപോലെയാണ്. അത്രമാത്രം കരുത്തോടുകൂടി ഹിന്ദുമതം ദൈവത്തെ വാഴ്ത്തിയോ, അതേ കരുത്തോടുകൂടി എന്നാൽ സൗമ്യമായി ദൈവത്തെ ബുദ്ധമതം നിരാകരിച്ചില്ലേ? ബുദ്ധമതം ഒരു ദൈവ കേന്ദ്രീകൃതമായ മതമല്ലല്ലോ. ആ മതം ധർമ്മത്തെയാണ് ദൈവമായി കാണുന്നത്. അതാണ് ധർമ്മം ശരണം ഗച്ഛാമി എന്ന് പറയുവാൻ അത് അതിന്റെ അണികളെ പഠിപ്പിച്ചത്. ഇതെല്ലാം കൂടി ചേർന്ന ഒരു ഇന്ത്യയും ചരിത്രത്തിന്റെ വായനയിൽ ആ ഇന്ത്യക്ക് ഒരു വലിയ ലോകപാഠമുണ്ട്. അതിന്റെ വിദ്യാർത്ഥികൾക്ക് അതിനെപ്പറ്റിയുള്ള തികഞ്ഞ ബോധ്യമുണ്ടാകും.
ആ ബോധ്യം പ്രധാനപ്പെട്ട ഒന്ന്. ഞാൻ ദീർഘമായി അത് പറഞ്ഞു പോകാൻ ശ്രമിക്കുന്നില്ല, അത് നീണ്ടുപോയി. എന്തായാലും സ്വാതന്ത്ര്യത്തിന്റെ ഈ അമൃതവർഷത്തിൽ ഗവേഷണങ്ങളെയും അന്വേഷണങ്ങളെയും ഭയപ്പെടുന്ന എല്ലാത്തിനോടും നമുക്ക് നോ എന്ന് പറയാൻ കഴിയണം. ചരിത്രം സത്യമാണ് സ്ഥാപിക്കാൻ വേണ്ടിയുള്ള സത്യ അന്വേഷണങ്ങളുടെ എല്ലാ വേദികളെയും എല്ലാ പദകളെയും നമുക്ക് വിപുലപ്പെടുത്തണം. നമുക്ക് എല്ലാ വാതിലും തുറന്നു വയ്ക്കാം, എല്ലാ ജനാലകളും തുറന്നു വയ്ക്കാം. സംവാദങ്ങളുടെ വെളിച്ചത്തിന് വേണ്ടി, തർക്കത്തിന്റെ വിയോജിപ്പിന്റെ വെളിച്ചത്തിന് വേണ്ടി നമുക്ക് മനസ്സുകളെ വിശാലമാക്കാൻ ശ്രമിക്കാം. ചരിത്രത്തിൽ ആ വിശാലതയ്ക്ക് വലിയ സ്ഥാനമുണ്ട്. എവിടെയാണോ ശിരസ്സുകൾ ഉത്തുംഗമായിരിക്കുന്നത്, എവിടെയാണോ മനസ്സുകൾ നിർഭയമായിരിക്കുന്നത്, എവിടെയാണോ ഇടുങ്ങിയ ഗൃഹഭിത്തികളാൽ സമൂഹം കുണ്ടങ്ങളായി വെട്ടിമുറിക്കപ്പെടാതിരിക്കുന്നത്, ആ ലോകത്തെയാണ് ടാഗോർ സ്വതന്ത്രത്തിന്റെ സ്വർഗമെന്ന് വിളിച്ചത്. നമ്മുടെ പോരാട്ടം സ്വതന്ത്രത്തിന്റെ ആ സ്വർഗത്തിന് വേണ്ടിയായി. അത് ആയി ഇന്ത്യ മാറണം. സ്വാതന്ത്ര്യത്തിന്റെ അന്വേഷണങ്ങളുടെ, നിർഭയത്വത്തിന്റെ, തുംഗമായ ചിന്തകളുടെ, അതുമായി ബന്ധപ്പെട്ട ജീവിതക്രമങ്ങളുടെ ഒരു സ്വർഗമായി ഇന്ത്യയെ മാറ്റുവാൻ നമുക്ക് സാധിക്കണം. അതിനുള്ള അന്വേഷണങ്ങളിൽ തീർച്ചയായിട്ടും നമുക്ക് സംവാദങ്ങൾ ഒഴിവാക്കാൻ പറ്റില്ല. പക്ഷേ സംവാദങ്ങൾക്ക് ബൗദ്ധികമായ തലമാണ്. അവിടെ ഏറ്റുമുട്ടേണ്ടത് ആശയങ്ങൾ തമ്മിലാണ്, ആയുധങ്ങൾ തമ്മിലല്ല. ആയുധങ്ങളെ വിട എന്ന് ലോകം മുഴുവനും പറയുന്നു. ആ ആയുധങ്ങൾക്കെല്ലാം വിട പറഞ്ഞുകൊണ്ട് ആശയങ്ങൾക്ക് സ്ഥാനം കൊടുത്തുകൊണ്ട് സത്യത്തിന്റെ അന്വേഷണ പാതയിൽ ആശയങ്ങൾ അതിന്റെ വെളിച്ചവും ശക്തിയും തെളിയിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ സ്വാതന്ത്ര്യത്തിന്റെ അമൃത മഹോത്സവത്തിൽ എല്ലാ വിജയങ്ങളും നേരുന്നു. എല്ലാ അധ്യാപകർക്കും അവർ ഗുരുജനങ്ങളാണെന്നുള്ള ആദരവോടുകൂടി ഞാൻ നമോഭാഗമെന്ന് പറയുന്നു. അവരുടെ എല്ലാം നമ്മൾ ഞാൻ ആദരപൂർവ്വം തലമുടിക്കും. പലരും എന്നെക്കാളും പ്രായം കുറഞ്ഞവരായിരിക്കും, പക്ഷെ അധ്യാപകരാണ്. അവർ അകം കണ്ണ് തുറപ്പിക്കുന്നവരാണ്. അതുകൊണ്ട് അവരെ ഞാൻ അംഗവാക്കായിട്ടല്ല, അവർക്ക് മുമ്പ് ഞാൻ എൻ്റെ തല കുനിച്ചു പിടിക്കുന്നത് ആ ആദരവോടുകൂടിയാണ്. എല്ലാ വിദ്യാർത്ഥികളെയും ഞാൻ ചേർത്ത് പിടിക്കുന്നു. അവരുടെ ആശയം, രാഷ്ട്രീയം, ചിന്തകൾ, സംഘടന, പേര്, കുടി, ക്ലാസ്, ആണ്, പെണ്ണ്, ഇതൊന്നും ബാധകമല്ലാതെ എല്ലാ വിദ്യാർത്ഥികളെയും ഞാൻ ചേർത്ത് പിടിക്കും. അവരാണ് ഭാവി, അവരാണ് പ്രതീക്ഷ, അവരാണ് 75 കൊല്ലം മുമ്പ് നാം ആരംഭിച്ച ആ യാത്രയുടെ, ഒരുപാട് ദൂരങ്ങൾ നാം താണ്ടിയ യാത്രയുടെ, ആ താണ്ടിയ ദൂരങ്ങളിൽ ഒരുപാട് നേട്ടങ്ങളുടെ നാഴികക്കല്ലുകൾ നാം സ്ഥാപിച്ച ആ യാത്രയുടെ ഇനിയും ബാക്കിയായ സ്വപ്നങ്ങൾ, കടമകൾ, അത് പൂർത്തിയാക്കാൻ വേണ്ടിയുള്ള പ്രയാണത്തിന്റെ ശക്തികളാണ് ആ വിദ്യാർത്ഥികൾ. അവർ എനിക്കുറപ്പാണ് എൻ്റെ മക്കളുടെ തലമുറയാണ്. ആ തലമുറയെ പറ്റി എനിക്ക് ആദരവുണ്ട്. ഞങ്ങളെല്ലാം അടങ്ങുന്ന തലമുറയേക്കാളും ആ തലമുറയ്ക്ക് ഒരുപാട് നന്മകളുണ്ട്. അവർ തുറന്ന മനസ്സുള്ളവർ, അവർ ഒട്ടേറെ ബുദ്ധിശക്തി സ്വായത്തമാക്കിയവർ, അറിവുകളെ അനന്തമായി കയ്യെത്തിപ്പിടിക്കാൻ ശ്രമിച്ച ആളുകൾ, വളരെ ഫ്രീ ആൻഡ് ഫ്രാങ്ക് ആയി
സ്വന്തം നിശ്ചയങ്ങളെയും താല്പര്യങ്ങളെയും അറിയിക്കാനുള്ള ആർജവമുള്ളവർ. ആ തലമുറയെ വിശ്വസിക്കാം എന്നാണ് എൻ്റെ അനുഭവം. അതുകൊണ്ട് ഭാവി കെട്ടിപ്പടുക്കാനായി കാലത്താൽ നിയുക്തരായ ഒരു ശക്തി എന്ന ആദരവോടുകൂടിയും സ്നേഹത്തോടു കൂടിയും ഓരോ വിദ്യാർത്ഥികളെയും ഞാൻ ഹൃദയപൂർവ്വം ആലിംഗനം ചെയ്യുന്നു. ഞാൻ കൊല്ലം SN കോളേജിലെ ഈ അമൃത മഹോത്സവം ഉദ്ഘാടനം ചെയ്യുന്നു. നമസ്കാരം. Thank you, sir. Your message has set a perfect platform for us to continue with this celebration and make it a grand success. Thank you, sir. Savita teacher, shall we conclude? Yes, sir. Okay, okay, okay. Let us conclude the ceremony with a vote of thanks. I invite Dr. Soumya Avi, Head, Department of Philosophy, for the formal vote of thanks. Thank you, Miss. It's my pleasure to propose vote of thanks for the inaugural ceremony of programs associated with Bharat Ka Amrit Mahotsav at Sri Narayana College, Kollam. On behalf of the entire team of Sri Narayana College, Kollam, I express my sincere gratitude to Honorable Member of Parliament, Sri Binoy Vishwam Sir, for inaugurating the function. I thank respected Principal of Sri Narayana College, Kollam, Dr. Arsunal Kumar Sir, for the support and encouragement he is extending to all the faculties associated with this program. I extend my gratitude to Dr. Savita K, HOD, Department of History, who is the coordinator of this program, for organizing it in a wonderful way. I thank Dr. S.V. Manoj Sir, Coordinator IQAC, for his continuous support. Thank you, Anjali Miss, for that beautiful prayer, and Shija Miss for energetic comparing. Thank you, Jisha Miss, for all the support. I thank all the faculties from our college, from other institutions, participants and students. Thank you for joining us. Thank you. Thank you, sir. Thank you. Jisha teacher. End ചെയ്യാമോ? Ah. Okay. Ah.